എന്താ കഥ? അങ്ങനെയൊക്കെയാണ് കഥ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, എൻ്റെ വോയിസിൽ തന്നെ കേൾക്കാനാണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒരു നേർച്ചയായിട്ടാണ് പറയുന്നതെങ്കിൽ ഞാനിത് പറഞ്ഞോളാം എന്ന് ആണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചു തരിക. ഞാനത് അതേപടി പോസ്റ്റ് ചെയ്യാം. നമസ്കാരം ശ്രീയേട്ടാ. അങ്ങനെ വിളിക്കുവാനാണ് കേട്ടോ എൻ്റെ ഇഷ്ടം. അങ്ങനെ വിളിക്കുവാണ് കേട്ടോ. എൻ്റെ പേര് രേഷ്മ. ഞാൻ തൃമധുരം കുടുംബത്തിലെ അംഗമാണ് കേട്ടോ. ഇതിനു മുന്നേ 2 തവണ ഞാൻ അനുഭവക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് ശ്രീയേട്ടൻ വായിച്ചിട്ടുമുണ്ട്. അന്ന് ശ്രീകാന്ത് സാർ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഗ്രൂപ്പിലും എല്ലാ അനുഭവങ്ങളും ഈ സൗണ്ടിൽ കേട്ട് കേട്ട് ഒരു ചേട്ടനെ പോലെയാണ് എനിക്കിപ്പോൾ തോന്നാറുള്ളത്. ഇനി ഞാൻ എൻ്റെ ഭഗവാൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങളിലേക്ക് കടക്കാണ് കേട്ടോ. ഞങ്ങൾ UK-യിലാണ്. നാട്ടിൽ വീട് പണി തുടങ്ങാനുള്ള ചില ആലോചനകൾ തുടങ്ങി. KSFയിൽ ഒരു ചിട്ടിയുണ്ട്. അത് വിളിച്ച് തുടങ്ങാം എന്ന് ആലോചിച്ചു. കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് ചിട്ടി കിട്ടി. പക്ഷേ അത് കയ്യിലേക്ക് കിട്ടണമെങ്കിൽ ഈടായിട്ട് ആധാരം വെക്കണം. പേപ്പർ റെഡിയാക്കാൻ നാട്ടിൽ ആകെ ഏജ്ഡായ അച്ഛൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും ഉണ്ട്. പക്ഷെ അവർ ഫാമിലി ആയിട്ട് താമസിക്കുന്നു. ജോലിയുണ്ട്. അവരുടെ തിരക്കിനിടയിലും ഞങ്ങൾക്ക് വേണ്ടി പറ്റുന്നത് പോലെ ഓടി നടന്ന് പേപ്പർ ശരിയാക്കി KSFയിൽ കൊടുത്തു. നിർഭാഗ്യവശാൽ ഒന്നും ശരിയായില്ല. വീണ്ടും വീണ്ടും പുതിയ രേഖകൾ അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഒന്നും ആയില്ല. കിട്ടിയ ചിട്ടി പോലും പിൻവലിക്കാൻ സാധിക്കുന്നില്ല. ഹസ്ബൻഡ് ആകെ ടെൻഷനായി. ഞാൻ എൻ്റെ കണ്ണനോട് എന്നും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും, ഭഗവാനെ KSF കാര്യങ്ങളെല്ലാം ശരിയാക്കി ക്യാഷ് കിട്ടി വീട് പണി തുടങ്ങാൻ സാധിക്കണേ എന്ന്. എല്ലാം ശരിയായാലും ത്രിമധുരത്തിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചേക്കാമെന്നും. 1 മാസത്തിന് ശേഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ പേപ്പറും ശരിയായി. ക്യാഷ് ഞങ്ങൾക്ക് കിട്ടി. വീട് പണി തുടങ്ങി. തറപ്പൊക്കം ആവാൻ പോകുന്നു. കൂടാതെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചിരുന്നു. കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സിന് നല്ല ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. ശ്രീയേട്ടാ, എൻ്റെ കണ്ണനെ മുറുകെ പിടിച്ചാണ് ഞാൻ യാത്ര ചെയ്തതും. ഒരാപത്തും തടസ്സവും വരാതെ എൻ്റെ കണ്ണൻ ഞങ്ങളെ സെക്യൂറായിട്ട് നാട്ടിലെത്തിച്ചു. ഈ യാത്രക്കിടയിൽ ഫ്ലൈറ്റിൽ വെച്ച് ഒരു പ്രായമായ ചേട്ടന് പെട്ടെന്ന് ശാരീരികമായ ബുദ്ധിമുട്ട് വന്നു. ഷുഗർ ലോ ആയി, ചെസ്റ്റ് പെയിൻ പോലെ വന്നു. അദ്ദേഹത്തിൻ്റെ വൈഫും മോനും കൂടെ യാത്ര ചെയ്യാനുണ്ടായിരുന്നു. പെട്ടെന്ന് ഹോസ്റ്റസ് വന്നു. മെഡിക്കൽ എമർജൻസി അനൗൺസ് ചെയ്തു. അത് കണ്ടതും എൻ്റെ മനസ്സിലാകെ സങ്കടമായി. ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണാ, ആ അച്ഛനൊരാപത്തും വരുത്തല്ലേ. എത്രയും പെട്ടെന്ന് ഭേദമാക്കണേ. ഒരാപത്തും കൂടാതെ സുഖപ്പെടുത്തണേ കണ്ണാ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സഹസ്രനാമം വായിച്ചോളാം. കൂടാതെ ത്രിമധുരത്തിൽ പറഞ്ഞോളാമെന്ന്. ഭാഗ്യം എന്ന് പറയട്ടെ, ഫ്ലൈറ്റിൽ പാസഞ്ചേഴ്സിൽ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ പയ്യൻ വന്ന് ചെക്ക് ചെയ്തു. എത്രയും പെട്ടെന്ന് മെഡിക്കൽ അഡ്വൈസ് കൊടുത്തു. ആ അച്ഛനെ ബിസിനസ് ക്ലാസ്സിലേക്ക് മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഭേദമായി. ഞാൻ കണ്ണനോട് നന്ദി പറഞ്ഞു. ഒരാപത്തും വരുത്തല്ലേ എൻ്റെ കണ്ണൻ. ആ അച്ഛന് വേണ്ടി ഫ്ലൈറ്റിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ സഹസ്രനാമം വായിച്ചു. കുറച്ച് കൂടിപ്പോയെന്നറിയാം ശ്രീയേട്ടാ ഇത് എഴുതിയത്. എന്നാലും ഇതൊന്ന് വായിക്കണേ. എന്നും എപ്പോഴും കണ്ണൻ കൂടെ ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ശ്രീയേട്ടനും കുടുംബത്തിനും ത്രിമധുരം കുടുംബത്തിനും എന്നും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ. എന്താ കഥ? ഒന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു അച്ഛന് വേണ്ടിയിട്ട് സഹസ്രനാമം വായിക്കാമെന്ന് നേർന്ന ആ സഹോദരിയെക്കുറിച്ച് എന്താണ് ഞാൻ പറയേണ്ടത്? എന്താ പറയേണ്ടത്? മനുഷ്യത്വം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണല്ലേ. മാധവസേവ മാനവസേവ എന്നാണല്ലോ എപ്പോഴും പറയാല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉരുകണം, മനസ്സുരുകി അപ്പോഴാണ് നമ്മൾ പ്യൂരിഫൈഡ് ആവുക, സ്വയം ഫിൽട്ടർ ആവുക എന്നൊക്കെ പറയില്ലേ. അതങ്ങനെയാണ്. സന്തോഷം 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 സന്തോഷം.